പ്രണയം തിരിച്ചറിയുമ്പോഴത്തേനും പലപ്പോഴും വൈകി പോയിരിക്കും അല്ലേ. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സ് കൂടെ അറിയുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പ്രണയമാണ് ഇങ്ങനെ തിരിച്ചറിയാനായിട്ട് വൈകുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ, ഈ സുഹൃത്ത് ബന്ധവും പ്രണയവും ഏതാണ്ട് ഒരുപോലെയൊക്കെ വരും ഒരു ലെവൽ വരെ. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യും, ദുഃഖങ്ങൾ സുഖങ്ങളെല്ലാം. സോ അത് പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്നൊന്നും അറിയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരെ കുറ്റം പറയാൻ പറ്റും? അവിടെ ഒരു പ്രണയം സംഭവിച്ചിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നേ. ഈ ഫ്രണ്ട്ഷിപ്പ് പലപ്പോഴും വഴുതി വീഴുന്നത് പ്രണയത്തിലേക്കാണ്. ഒരു തിൻ ലൈനാണ് പ്രണയത്തിനെയും ഫ്രണ്ട്ഷിപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. അപ്പം പിന്നെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഈ നിറം സിനിമയിലെ പോലെ. പക്ഷെ അവസാനം പിടിച്ചാൽ കിട്ടണം. സിനിമയിൽ മാത്രമാണ് അങ്ങനെയൊക്കെ സംഭവിക്കാറ്. റിയൽ ലൈഫിൽ അപ്പോഴേക്കും വൈകി പോകും, ഇയാളെ നഷ്ടപ്പെടും അല്ലേ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സ് കൂടെ റീനു. പിന്നെ നമ്മൾ ഒരു പ്രണയത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നില്ലേ, ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പ്രണയത്തിലാവുന്നത്. അവരനുഭവിക്കുന്ന കുറേ കോൺഫ്ലിക്ട്സ് ഉണ്ട്. എന്താണെന്നറിയോ, ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ചെന്നങ്ങ് പ്രപ്പോസ് ചെയ്യാൻ പറ്റുമോ? ചെയ്താൽ അയാൾ എങ്ങനെയായിരിക്കും തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്? ഈ ഒരു പേടി കൊണ്ട് ഒരുപാട് പേരും പ്രപ്പോസ് ചെയ്യാതിരിക്കും കേട്ടോ. എന്നാൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് വേറെ പലരും അവളുടെ അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് വരും, സംസാരിക്കും. ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ വിഷമിച്ച്, ഈശ്വര ഞാൻ എങ്ങനെ പറയും, ഇനി പറഞ്ഞ ആളെങ്ങനെ റിയാക്ട് ചെയ്യും, അങ്ങനെ ഓർത്താൽ നമ്മളിരിക്കും. പിന്നെ ഒരു വലിയ പ്രശ്നമുണ്ടേ, ഈ പറയുമ്പോഴും നമ്മൾ പേടിക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല അയാൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ പ്രണയം കാണില്ല. അപ്പം എന്താ ചെയ്യുക? അതാണ് വലിയൊരു ടെൻഷൻ. പിന്നെ ഇങ്ങോട്ട് നവോമി ഐ ലവ് യു എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നോടാണോ നവോമി? ഷോ, ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 567678 ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് LB സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് എഫ് എമ്മിൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ചിരിച്ചങ്ങ് പറയാ, അതാണ് ഏറ്റവും നല്ല വഴി. ക്ലബ് എഫ് എമ്മിലത്തെ ലവ് ബൈറ്റ്സ് കൂടെ അറിയുന്നു. ഈ ഫ്രണ്ട്ഷിപ്പ്, അതായത് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ലവിലേക്ക് വഴുതി വീഴുന്ന ഒരു രംഗത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് സംഭവിക്കാത്ത ഡീപ്പ് ഫ്രണ്ട്ഷിപ്സ് വളരെ കുറവാണ്. ആരെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും മോഹിച്ചിരിക്കും മറ്റയാളെ സ്വന്തമാക്കണമെന്ന്. പിന്നെ ഈ തുറന്നു പറയാനുള്ള പേടി കൊണ്ടൊക്കെയാണ് തുറന്നു പറയാത്തത്. അപ്പം അങ്ങനെയുള്ളവരോട് ഒരു കാര്യം പറയാം, അതിനൊരു എളുപ്പ വഴിയുണ്ട്. ചിരിച്ചുകൊണ്ട് പറയാം, എനിക്ക് നിൻ്റെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ കെട്ടിക്കോട്ടെ എന്നൊക്കെ. ബെസ്റ്റ് ഫ്രണ്ടല്ലേ, അപ്പം ഇങ്ങനെ അന്തിച്ചിരിക്കും. അപ്പോൾ ആ എക്സ്പ്രഷനിൽ നിന്ന് ഒന്നെങ്കിൽ അയാൾ പറയും എനിക്കും ഇഷ്ടമാണെന്ന്, അല്ലെങ്കിൽ പിന്നെ ഒരു എനിക്ക് ഇവൻ എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള എക്സ്പ്രഷനൊക്കെ ആണെങ്കിൽ ഞാനൊരു തമാശ പറഞ്ഞല്ലേ, നീ സീരിയസ് ആയിട്ട് എടുത്തോ എന്നും ചോദിക്കാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സമയത്ത് വരുന്നൊരു വേദനയുണ്ടല്ലോ, അവന് അല്ലെങ്കിൽ അവൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് കേൾക്കുമ്പോഴത്തെ വേദന, അത് വർണ്ണിക്കാനൊന്നും പറ്റത്തില്ല. അതറിയണമെങ്കിൽ അതിലൂടെ കടന്നു പോകണം അല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്നു ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. സ്റ്റേ ട്യൂൺഡ്. ഞാനാണെങ്കിൽ പറയാതൊന്നും ഇരിക്കത്തില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് എനിക്ക് പ്രണയം തോന്നിയാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും, സി ഐ തിങ്ക് ഐ എം ഇൻ ലവ് വിത്ത് യു, എന്തെങ്കിലും ചെയ്തേ പറ്റുമോ, ഇതിനൊരു തടയിടണമെന്നൊക്കെ. പക്ഷേ അങ്ങനെ എളുപ്പത്തിലൊന്നും പറയാൻ എല്ലാവർക്കും പറ്റിയെന്നൊന്നും വരത്തില്ല. കാരണം ഈ പ്രണയം പറയുന്നത്ര സില്ലിയൊന്നുമല്ല. കേൾക്കുന്ന ചിലരെങ്കിലുമൊക്കെ വിചാരിക്കും ലവ് എന്ന് വെച്ചാൽ അത്ര വലിയ സംഭവമാണോ, അതിന് പേടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ. ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ. സാധാരണ ഞാൻ എല്ലാവരുടെയും പേരിലേക്കാണ് പറയാറ്. ഇതിപ്പോൾ സ്വന്തം തന്നെ അങ്ങ് പറയാം, എൻ്റെ തന്നെയാണ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പേരും ഡീറ്റെയിൽസും വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം എൻ്റെ വീട്ടുകാരും അവൻ്റെ വീട്ടുകാരൊക്കെ കേൾക്കുന്നുണ്ട്. സോ പറയുന്നില്ല. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു പ്രപ്പോസൽ അവൻ്റെ അടുത്ത് നിന്ന്. വളരെ കൂളായിട്ട് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഞാൻ ഞെട്ടിപ്പോയി. എന്താ? കാരണം എനിക്ക് അവനോട് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. അപ്പോൾ തന്നെ അവൻ പ്രയോഗിച്ച ട്രിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു തമാശ പറഞ്ഞല്ലേ ഈ പെണ്ണെന്ന്. പക്ഷെ അവൻ്റെ കണ്ണിൽ എനിക്ക് മനസ്സിലായി അതൊരു തമാശ ആയിരുന്നില്ല എന്ന്. എന്നാലും അവൻ വളരെ സമചിത്തതയോടുകൂടി എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ അത് വേണ്ടാന്നങ്ങ് വെച്ചു. അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയാ ഓക്കെ. പക്ഷെ ചില ഫ്രണ്ട്ഷിപ്സ് അതോടുകൂടി തകർന്നു പോകാറുമുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഇഷ്ടപ്പെടുന്നയാളെ എല്ലാ നിമിഷത്തിലും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന പോലെ എല്ലാ നിമിഷത്തിലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ ഒരുമിച്ച് ഒഫീഷ്യലി ആവുന്ന വരെ. ക്ലബ് എഫ് എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. എൻ്റെ കയ്യിലൊരു മെയിൽ. എൻ്റെ പേര് സുചിത്ര. ഞാൻ ഒരാളുമായി ഇഷ്ടത്തിലാണ്. അയാളുടെ പേര് പ്രദീപ്. ഞാൻ ഇയാളെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അയാൾ സൗദിയിലാണ്. ഫേസ്ബുക്ക് വഴിയാണ് ഞങ്ങൾ പ്രണയിച്ചത്.
പക്ഷെ ഞാനും പ്രദീപേട്ടനും ഞങ്ങളുടെ പ്രണയം വീട്ടിൽ അവതരിപ്പിച്ചു. വീട്ടുകാർക്ക് സമ്മതം. നെക്സ്റ്റ് ഇയർ ഞങ്ങളുടെ കല്യാണമാണ് എന്ന് സുചിത്ര പ്രദീപ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുചിത്ര ഓൾറെഡി പ്രദീപിൻ്റെ ഓക്കെ, മനസ്സിലായി. എന്ത് രസമാണല്ലേ നമുക്ക് ഇഷ്ടം തോന്നിയത് വീട്ടിൽ പറഞ്ഞു ഒരപ്പം തന്നെ സമ്മതിച്ചു തന്നെ. എന്നാൽ ചിലർ പറയും കുറച്ച് അടിപിടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ത്രില്ലൊക്കെ വന്നിട്ട് കല്യാണം കഴിക്കുന്നതിലും രസമുണ്ടെന്നൊക്കെ. പക്ഷേ ഈ വീട്ടുകാർ എതിർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കല്യാണമാണെങ്കിലും എന്തൊരു ടെൻഷനാണ്. ആദ്യമേ തന്നെ നോയ കേൾക്കുന്നെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും ഇവരെ കൺവിൻസ് ചെയ്യണമല്ലോ. എല്ലാ വീട്ടുകാരും കൺവിൻസ് ചെയ്താൽ വീഴണമെന്നും ഇല്ലേ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ഇന്നലെ സംസാരിച്ചു, സന്ദീപ്. അപ്പോൾ അവൻ പറഞ്ഞു അവൻ നേരെ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് പ്രപ്പോസ് ചെയ്തു, അവരങ്ങ് സമ്മതിച്ചു എന്നൊക്കെ. സമ്മതിക്കുന്നതൊക്കെ കുറവാണേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം സമയം കുറേ മാറി, ആളുകൾക്ക് സമ്മതിക്കാൻ പിന്നെയും സാധ്യതകൾ കൂടിയെന്ന്. ആണോ? ഇങ്ങോട്ട് ക്ലബ് എഫ്എമ്മിലേക്ക് നിങ്ങൾക്കൊരു മെയിൽ അയക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ. മെസ്സേജ് അയക്കാനായിട്ടൊരു നമ്പറുണ്ട് 567-678. ഫോമാറ്റ് ക്ലബ് FM /LB, ക്ലബ് FM /LB. പിന്നെ നിങ്ങളുടെ മെസ്സേജ് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. When I first saw you, I was afraid to meet you. When I first met you, I was afraid to kiss you. When I first kissed you, I was afraid to love you. But now that I love you, I'm afraid to lose you. മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ്. അവിടെ ഞാനുണ്ട്, റീനു. ഞാനിപ്പോൾ നിന്നെ പ്രണയിക്കുകയാണ്. ഇനി എങ്ങനെ ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തുമെന്ന്. പ്രണയത്തിൽ ആദ്യമൊക്കെ നമുക്കും എല്ലാം പേടിയാണ്. അയാളെ കണ്ടുമുട്ടുമ്പോൾ അയാളോട് എങ്ങനെ സംസാരിക്കും, അതിനുശേഷം എങ്ങനെ അയാളോട് അടുക്കും, അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയാൽ അതെങ്ങനെ പ്രണയത്തിലാവും, ആ പ്രണയം എങ്ങനെ പറയും, അതെങ്ങനെ മുന്നോട്ട് പോവും. ഇതെല്ലാം കഴിഞ്ഞ് അയാളുമായി ഇഷ്ടത്തിലായി കഴിഞ്ഞാൽ പിന്നെ അയാളെ നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ പേടി. ഇഷ്ടപ്പെടുന്നയാളെ നഷ്ടപ്പെടാൻ ആരാഗ്രഹിക്കുന്നതല്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് ഇന്ന് റീനു ഇസ് സൈനിങ് ഓഫ്. പോകുന്നതിന് മുന്നേ പറയട്ടെ, കീപ് ലവിങ് ആൻഡ് സ്റ്റേ അഡിക്റ്റഡ് ടു ലവ് ബൈറ്റ്സ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. ഇത് ക്ലബ് FM ടൺ കണക്കിന് റൊമാൻസ്.